ഗുഡ് മോർണിംഗ്, ജയ്യാണ്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് തേക്കടിയിലാണുള്ളത്. ഇന്നലെ ആക്ച്വലി ഒരു രാത്രി 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളിവിടെ എത്തി. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഗ്രീൻവുഡ്സ് റിസോർട്ടിലാണുള്ളത്. ദിസ് ടൈം ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരാൾ നല്ല ഉറക്കമാണ്, ചെറിയ ആളിവിടെ ഉണ്ട്, വൈഫുണ്ട്, മറ്റേ ആൾ പൊന്തിയിട്ടില്ല. ഇയാളൊരു കണക്കിന് ഞങ്ങൾ കുത്തിപ്പൊക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലേക്ക് പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ അവിടെ നിന്ന് കാണാം. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലം വരെ പോകണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ ഈ പ്രോപ്പർട്ടി ഒന്ന് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. ഓക്കെ, റൈറ്റ്. നീ അവിടെ ചവിട്ടടാ. അതിന് വലിയ ഹൈറ്റ് ഒന്നുമില്ല, നിനക്ക് തോന്നണം അത്ര ഹൈറ്റ് ഉണ്ടെന്ന്. ചവിട്ടി പോ, ഇതിൻ്റെ പെഡൽ മുകളിലേക്ക് വെക്കും. ഹായ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മൂത്ത ആള് മാളു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാക്കി, ഇവരെ രണ്ടുപേരും കൂടി ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ പുറത്ത് പോയിക്കായിരുന്നു. അപ്പോഴത്തേക്കും ഇവർ ശരിക്കും ഇവിടെ എക്സ്പ്ലോർ ചെയ്തു. ഇവിടെ കുറേ മൃഗങ്ങളുണ്ടെന്നൊക്കെയാണ് പറയണത്. അതായത് റാബിറ്റ്, പിന്നെ എന്തൊക്കെയുള്ള കൗസ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, ബേർഡ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ ദിയു ആണ് ഞങ്ങളെ ലീഡ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ? അധികം ദൂരം ഉണ്ടോ ദിയു? അധികം ദൂരം ഉണ്ടോ? ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുമളി സിറ്റിക്കകത്ത് തന്നെയാണ്. അതായത് കുമളി KSRT സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ വളരെ ഒത്തിരി മരങ്ങൾക്ക് ഇടയിലായിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് പ്രോപ്പർട്ടി. അതിന് ചുറ്റും ഇതേപോലെ മരങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ അധികം സൗണ്ടൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. വാവ്, ഇതിനെ തൊട്ടായിരുന്നു നീ? അപ്പോൾ ഇടിച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട്. ഓ, ഈ പശുവിൻ്റെ വരുന്നടാ അതാണോ? അതിനാണോ നന്ദു എന്ന് പറഞ്ഞത്? ഇതിന് പേരൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നന്ദു. അതിൻ്റെ ചെവി ഉണ്ടോ? ഇതിനെ കൊണ്ടുവന്നേക്കുന്നോ? അവർ പറഞ്ഞിരുന്നോ?
ആരെങ്കിലും എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ പിറ്റേന്ന് കാലത്ത് അവിടെ പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഏത് റൂം കാറ്റഗറിയാണ് കാണാൻ പോകുന്നത്? ഡീലക്സ് കാറ്റഗറിയാണ്. സോ ഡീലക്സ് കാറ്റഗറീസിന്റെ നെയിം എന്ന് പറയുന്നത് കാനന റൂംസ് ആണ്. കാനന. സോ ഒരു 5 ബിൽഡിംഗിലായിട്ട് നമുക്ക് ബേസ് കാറ്റഗറി വരുന്ന എന്താണ്, അതിന്റെ പേരെന്താണ്? ബേസ് കാറ്റഗറി ടോട്ടൽ 36 റൂംസ് ആണ് നമുക്കുള്ളത്. സോ 6 കാറ്റഗറി ആയിട്ടാണ്. സോ ബേസ് കാറ്റഗറി എന്ന് പറയുന്നത് ആരണ്യ റൂംസ് ആണ്. ആരണ്യ. ഓക്കെ. നമുക്കൊരു 9 റൂംസ് ഉണ്ട്. ഒരൊറ്റ ബിൽഡിംഗിൽ 9 റൂംസ് ആയിട്ടാണ് വരുന്നത്. ആരണ്യ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡീലക്സ് കാറ്റഗറീസ് ആണ് വരുന്നത്. അതാണ് കാനന റൂംസ്. സാർ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് കാനന റൂംസ് ആണ്. ഒരു 18 റൂംസ് ഉണ്ട് നമുക്ക് അതിനകത്ത്. ദെൻ നമുക്ക് 2 ഹണിമൂൺ സൂട്ട്സ് ഉണ്ട്. ഋതിക എന്ന് പറയും നമ്മൾ അതിനെ. സോ അത് കഴിഞ്ഞ് 4th കാറ്റഗറി എന്ന് പറയുന്നത് ഋതികയിലാണോ മറ്റേ പൂൾ വരുന്നത്? ചെറിയ പ്ലഞ്ച് പൂൾ ആണുള്ളത്. ടെമ്പറേച്ചർ കൺട്രോൾ അല്ല, സാധാരണ നോർമൽ വാട്ടർ ആണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് പ്രീമിയം സൂട്ട് റൂംസ് ആണ്. അതൊരു 4 റൂംസ് നമുക്ക് വരുന്നുണ്ട്. ലൈക്ക് ലിവിംഗ് ഏരിയ പ്ലസ് ബെഡ്റൂം ആണ്. പിന്നുള്ളത് 5th കാറ്റഗറി പ്രീമിയം സൂട്ട് റൂം പൂൾ വില്ലാസ് ആണ്. അത് നമുക്ക് ഇന്നിവരം എന്ന് പറയും. ഒരു 3 feet പൂൾ ഉണ്ട്. അതിൽ ടെമ്പറേച്ചർ കൺട്രോൾ ആണ്. അഡ്വാൻസ് ബേസ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാവുന്നതാണ് അത്. പിന്നുള്ളത് ഹയർ കാറ്റഗറി 6th കാറ്റഗറി പ്രസിഡൻഷ്യൽ സ്യൂട്ട് ആണ്. അത് ഇന്ദ്രപ്രസ്ഥ എന്ന് പറയും. നമുക്ക് ഒരു റൂംസ് ആണ് അതിലുള്ളത്. ടോട്ടൽ 36 റൂംസ്. അപ്പോൾ ഇതാണ് ഗ്രീൻവുഡ്സിൻ്റെ ഡീലക്സ് കാറ്റഗറി റൂം. കാനന എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന റൂംസ് ആണിത്. ഇത് ഒരു ക്ലസ്റ്ററാണ്. അത് ആക്ച്വലി ഈ ഒരു ബിൽഡിങ്ങിൽ 4 റൂംസ് ആണ് വരുന്നത്. ഇവിടെ മുകളിൽ 2 റൂം, താഴെ ഒരു 2 റൂം അങ്ങനെ. അപ്പോൾ ഇതിന് കോമൺ, ഇതിൽ ഓരോ റൂംസിനും ഇവിടെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കുറച്ച് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണത്. അപ്പോൾ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഋതിക എന്ന് പറയുന്ന റൂമാണ്. അത് ഒരു ഹണിമൂൺ സ്വീറ്റ് ആണ്. ഇറ്റ്സ് ഗോട്ട് എ പ്ലഞ്ച് പൂൾ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഹണിമൂൺ സ്വീറ്റ് റൂം എന്ന് പറയുന്നത്. ഇതിനൊരു പ്ലഞ്ച് പൂൾ ഉണ്ട്. പിന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വില്ല പോലെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിട്ട് കാണാതെ. ഇതാണ് നമ്മളുടെ ഹണിമൂൺ സ്വീറ്റിൻ്റെ ഇൻറ്റീരിയർ. അടുത്തത് നമ്മൾ പോകുന്നത് പ്രീമിയം പൂൾ വില്ല അല്ലേ. ഈ ഒരു കാറ്റഗറിയിൽ 2 റൂംസാണ് ഇവർക്കുള്ളത് ഇവിടെ. ഇത് നേരത്തെ കണ്ട പോലത്തെ ഒരു പൂളല്ല കേട്ടോ, ശരിക്കും നല്ലൊരു അത്യാവശ്യം സൈസുള്ളൊരു പൂളാണ്. ഇത് ശരിക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഒരു ലിവിങ് ഏരിയ, പിന്നെ അത് കഴിഞ്ഞിട്ടൊരു നല്ല സ്പേഷ്യസ് ഒരു ബെഡ്റൂം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു കാറ്റഗറി റൂമും കൂടിയുണ്ട്. അതായത് പ്രസിഡൻഷ്യൽ സ്വീറ്റ് ഉണ്ട്. ഓക്കെ. അത് ഇതിനേക്കാൾ കുറച്ചുകൂടി സ്പേഷ്യസ് ആണ്. അതിൻ്റെ പൂളും ഇതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുണ്ട് അല്ലേ. കൂട്ടിൽ ഒരാൾ ഇറങ്ങാനുണ്ട്.
അപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു കോഫി ഷോപ്പിൻ്റെ കാര്യം, അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നേരത്തെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേക്കും കോഫി ഷോപ്പ് തുറന്നു. അപ്പോൾ ഇനി ഇവിടെ ഇരുന്നൊരു കാപ്പിയല്ല, ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ചെറിയ ചെറിയ സ്നാക്സുകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഈ സാധാരണ നാട്ടുമ്പുറത്തേക്ക് ഈ പെട്ടിക്കടയിലൊക്കെ ഉണ്ടാകുന്ന നാരങ്ങ മിഠായി, ഗ്യാസ് മിഠായി, കപ്പലണ്ടി മിഠായി, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ സ്നാക്സിന് വേണ്ടിയിട്ടാണിത്. കായ ബജ്ജി, ഇത് പഴംപൊരി ഉണ്ടാക്കാനല്ലേ? പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടോ? വട ഉണ്ട്. ഓക്കെ, ലൈവായിട്ടുണ്ടാവും. ലൈവായിട്ടാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. നല്ല ചായയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ പൂൾ ഏരിയയിലാണ്. ഈ പൂൾ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റ് തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ ഒരു പൂൾ ഏരിയ വരുന്നത്. ഇവിടെ ഞാൻ പേര് ചോദിക്കാൻ മറന്നുപോയായിരുന്നു. അശ്വതി എന്തായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഗസ്റ്റ് റിലേഷൻ. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ ഗസ്റ്റുകൾ അധികം വരുന്നുണ്ടോ, അതോ മലയാളി ഗസ്റ്റ് ആണോ കൂടുതൽ വരുന്നത്, നോർത്ത് ഇന്ത്യൻസ് ആണോ? ലാസ്റ്റ് മാർച്ചിൽ നമ്മൾ ക്ലോസ് ആയതാണ്. നമ്മൾ റീ ഓപ്പൺ ചെയ്യുന്നത് നവംബർ 10-നാണ്. സോ ഒരു ആഫ്റ്റർ കോവിഡ് എന്നാണ് നമ്മളതിന് പറയുന്നത്. ലൈക്ക് ആഫ്റ്റർ കോവിഡ് നമ്മൾ റീ ഓപ്പൺ ചെയ്തതിന് ശേഷം ലൈക്ക് നമ്മൾ വിചാരിച്ചു ഫാമിലീസ് കുറവായിരിക്കും, ഗസ്റ്റ് കുറവായിരിക്കും. ലൈക്ക് ഫോറിൻ കൺട്രീസ് ഒന്നും നമുക്ക് പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് ആരും വരുന്നില്ലായിരുന്നു. പക്ഷെ നമ്മളും ലൈക്ക് നമ്മളെങ്കിലും ഞെട്ടിച്ചുകൊണ്ട് ലൈക്ക് മലയാളി ഫാമിലീസ് ഒരുപാട് പേര് ട്രാവൽ ചെയ്തു. കാരണം 9 months ഒക്കെ വീട്ടിൽ ക്ലോസ് ആയിരുന്നത് കാരണം കുട്ടികളെയും കൊണ്ടൊക്കെ ആദ്യം ഇറങ്ങുന്നത് ഇവിടെ ആയിരുന്നു. നമുക്ക് ഒരുപാട് ഫാമിലീസ് വന്നു. ആ ടൈമിൽ ഫസ്റ്റ് നമുക്കൊരു മന്ത് പൂൾ ക്ലോസ്ഡ് ആയിരുന്നു. നമുക്ക് ഓപ്പൺ ആയോ? പൂൾ ഓപ്പൺ ആണ്. ആ ടൈമിൽ നമുക്ക് പൂൾ വില്ലാസ് എല്ലാം മലയാളി ഫാമിലീസ് എല്ലാം അതായിരുന്നു എല്ലാവരും ബുക്ക് ചെയ്തിരുന്നത് കുട്ടികളെയും കൊണ്ട് പൂളിൽ ഇറങ്ങാൻ വേണ്ടി. സോ നമുക്ക് നല്ല രീതിയിൽ മലയാളി ഫാമിലീസ് തന്നെ, ലോക്കൽ ആൾക്കാർ തന്നെ അധികം ഉണ്ടായിരുന്നു. പിന്നെ നോർത്ത് ഇന്ത്യ എന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ വീക്കെൻഡ്സ് ഗസ്റ്റ് വരുന്നുണ്ട്. ലൈക്ക് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് റൂംസ് വരുന്നുണ്ട്. സോ ഡേയ്സിൽ നമുക്ക് അങ്ങനെ ലൈക്ക് സാറ്റർഡേ ടു ഒരു മൺഡേ ടു ലൈക്ക് സാറ്റർഡേ നമുക്ക് റൂംസ് കുറവായിരിക്കും. വീക്കെൻഡ്സ് അടുക്കുന്തോറും നമുക്ക് റൂംസ് ഉണ്ടാവും എന്തായാലും. ഓക്കെ, റൈറ്റ്. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് മൂന്നാറിലേക്കാണ്. മൂന്നാറിൽ ഇവരുടെ തന്നെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ആംബർ ഡേയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഏതായാലും ഗ്രീൻവുഡ്സിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് ആംബർ ഡേയിലിൻ്റെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.